ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയിലെ പുതിയ നീക്കങ്ങൾ. രാജ്യസഭയിലെ ആപ്പിന്റെ 10 അംഗങ്ങളിൽ 7 പേർ BJP-യിൽ ലയിച്ചതോടെ കൂറുമാറ്റ നിരോധന നിയമവും അതിന്റെ പഴുതുകളും വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. വെള്ളിയാഴ്ചയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ രാഘവ് ചദ്ദ, മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ സന്ദീപ് പാഠക് എന്നിവരടങ്ങുന്ന 7 MP-മാർ പാർട്ടി വിടുന്നതായി കത്ത് നൽകിയത്. വിദ്യാഭ്യാസ വിദഗ്ധരായ അശോക് മിത്തൽ, വിക്രം സാഹ്നി, വ്യവസായി രാജേന്ദർ ഗുപ്ത എന്നിവരും ഇവർക്കൊപ്പമുണ്ട്. രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ഈ ലയനം ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇതോടെ BJP-യുടെ അംഗബലം 113ആയും NDA-യുടേത് 148ആയും ഉയർന്നു. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, പാർട്ടി നേതൃത്വം അറിയാതെ സഭയിലെ അംഗങ്ങൾക്ക് മാത്രം ഇത്തരമൊരു ലയനം സാധ്യമാണോ എന്നതാണ്. 1985-ൽ 10-ാം പട്ടികയിലൂടെ വന്ന കൂറുമാറ്റ നിരോധന നിയമം 2003-ൽ ഭേദഗതി ചെയ്തിരുന്നു. ഇതനുസരിച്ച് സഭയിലെ 3-ൽ 2 അംഗങ്ങൾ മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാൽ അവർക്ക് അയോഗ്യത കൽപ്പിക്കാനാവില്ല. ആപ്പിന്റെ കാര്യത്തിൽ 10-ൽ 7 പേർ ചേർന്നതോടെ ഈ 3-ൽ 2 എന്ന നിബന്ധന പാലിക്കപ്പെട്ടു. എങ്കിലും ആം ആദ്മി പാർട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 7 MP-മാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് സഭാ നേതാവ് സഞ്ജയ് സിംഗ് പരാതി നൽകിയിട്ടുണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടി ലയിക്കാതെ സഭാംഗങ്ങൾ മാത്രം ലയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഇവരുടെ വാദം. വിഷയം കോടതിയിലെത്തിയാൽ 1992-ലെ കിഹോദോ ഹോളോഹാൻ കേസ് നിർണായകമാകും. സഭാധ്യക്ഷന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും അതിനെതിരെ കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നുമുള്ള നിയമം ചോദ്യം ചെയ്ത ഹർജിക്കാരിൽ പ്രധാനിയായിരുന്നു നാഗാലാൻഡിലെ പ്രാദേശിക രാഷ്ട്രീയക്കാരനായ കിഹോദോ ഹോളോഹാൻ. സഭാധ്യക്ഷന്റെ തീരുമാനം അന്തിമമാണെങ്കിലും അത് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാണെന്ന് കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അധ്യക്ഷൻ തീരുമാനമെടുക്കാൻ വൈകിയാൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാനാകുമെന്നതും കണ്ടറിയണം. രാജ്യസഭയിൽ കേവലം 3 അംഗങ്ങളിലേക്ക് ഒതുങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. നിയമത്തിലെ സാങ്കേതികതകൾക്കപ്പുറം ഈ മാറ്റം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.